നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് റിനോവേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു വെച്ചോളൂ. ഈ വീട്ടിൽ ചെയ്ത ജിപ്സം വർക്കിൻ്റെ ഡിസൈനും അതിൻ്റെ റേറ്റും ഓരോ റൂമിൻ്റെയും സെപ്പറേറ്റായി ഞാൻ പറഞ്ഞു തരാം. ഈ വീട് വലപ്പാടുള്ള മെമ്പർ ഷിഹാബ്ക്കാരുടെ വീടാണ്. 16 വർഷത്തോളം പഴക്കമുള്ള വീടാണിത്. ഇവിടെ കയറി വരുമ്പോഴുള്ള സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് മോയ്സ്ചർ റെസിസ്റ്റൻറ്റ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ 20,228 രൂപയാണ് ടോട്ടൽ ചിലവായത്. അടുത്തത് ഇതിന് തൊട്ടടുത്തായുള്ള കാർ പോർച്ചാണ്. ഇതൊരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. 19,248 രൂപയാണ് ഇവിടെ ചിലവായിട്ടുള്ളത്. ഇതാണ് ലിവിംഗ് റൂം. 14,377 രൂപയാണ് ഈ ഡിസൈന് ചിലവായത്. പണി പകുതിയായിട്ടുള്ളൂ. ഇതിലിഞ്ഞ് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അടുത്തത് ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയൊരു ഹാളാണ്. ഡൈനിങ് ടേബിളൊക്കെ ഉള്ളത് ഒരു ഫാമിലി ലിവിങ്ങും കൂടിയിട്ടുള്ള ഒരു ഹാള്. ഇവിടെ നമുക്ക് ഈ ഡിസൈന് ചിലവായത് 17,039 രൂപയാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന് ചിലവ് വന്നിട്ടുള്ളത് 12,119 ആണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 13,739 രൂപയാണ് ഇവിടെ ചിലവായത്. ചുറ്റും ബോർഡറും സെൻറ്ററിൽ ഒരു ബോക്സ് ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കിച്ചണാണ്. 16,770 രൂപയാണ് കിച്ചണിൽ ചിലവായിരിക്കുന്നത്. ഇത് ഹാളിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ ഏരിയ ആണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട്. ഇവിടെ 29,053 രൂപയാണ് ചിലവായിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്നതിന് നേരെ മുകളിലായിട്ട് ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. അവിടെ വലിയൊരു ഷാൻലിയറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പർ ലിവിങ് ഏരിയയും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ. ഈ ഹാളിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ 14,465 രൂപയാണ് ചിലവായത്. ഇവിടെ നമ്മൾ ഫുൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. മുകളിൽ നിന്നുള്ള ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫുൾ സീലിംഗ് ചെയ്തത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വാർക്ക ചൂട് പിടിച്ച് AC എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹാളിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഇവിടെ 22,685 രൂപയാണ് ഈ ഡിസൈന് ചിലവായി വന്നത്. ഇവിടെ നമ്മൾ ഫുൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് 21,627 രൂപയാണ് ചിലവായത്. പെയിൻറ്റിങ് വർക്കും മറ്റുള്ള ലൈറ്റിംഗ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം.